ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് രാത്രി ഉണ്ടാക്കാൻ പോകുന്ന കറി തേങ്ങ അരച്ച മുരിങ്ങയില കറി. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മുരിങ്ങയില കറി ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് നമുക്ക് പരിപ്പ് നമ്മുടെ മൺചട്ടിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. പരിപ്പിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് ഉള്ളി ചേർത്ത് കൊടുക്കണം. ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അല്പനേരം ഒന്ന് പരിപ്പും വലിയ ഉള്ളി ഒന്ന് വെന്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പരിപ്പും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തിന് തക്കാളി നമ്മളെ മുരിങ്ങയിലയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഞാൻ അരച്ചെടുക്കുമ്പോൾ അതിന് ആവശ്യമായ മഞ്ഞൾ, ചെറിയ ജീരകം ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ജീരകം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമുക്കിതൊന്ന് മൊത്തമായിട്ട് ഇളക്കി ഒന്നുകൂടെ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിതിൽ ചേർത്ത മുരിങ്ങയില വെന്ത് വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കൂടുതൽ നേരം മുരിങ്ങയില വേവാൻ വെക്കുന്നില്ല, ഇതിൻ്റെ ചവർപ്പറിഞ്ഞ് വരും. അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. കറി കട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് ഒന്ന് തിളച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇതിനുള്ള കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിൽ ചേർത്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നല്ലവണ്ണം ഇളക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഉപ്പ് കറക്റ്റാണ്. ഇപ്പോൾ നമുക്കിതൊന്ന് തിളച്ചെടുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്ന മുരിങ്ങയില കറി തിളച്ച് പാകമായിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുക് പൊട്ടിച്ചിടാം. അതിനുശേഷം നമുക്കൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ കറിയിലോട്ട് കടുക് പൊട്ടിച്ചിടാം. നമുക്ക് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിച്ചിടുന്നതിന് വേണ്ടി എണ്ണ ചൂടാക്കുകയാണ്. 2 സെക്കൻഡിന് ശേഷം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് റെഡിയായിക്കൊണ്ടിരിക്കുന്ന കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് കടുക് കറിയിലേക്ക് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അല്പം തണിഞ്ഞതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. സാധാരണക്കാരുടെ മുരിങ്ങയില കറി ഇതാണ് നമ്മുടെ കറി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.